ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. തിരുവാതിര തലേനാൾ ചോഴിയെത്തി. അന്യം നിന്നു പോകുന്ന സംസ്കാരത്തെ നിലനിർത്തി ദേശമംഗലത്തെ ഒരു കൂട്ടം യുവാക്കൾ. അന്യം നിന്നു പോകുന്ന സംസ്കാരത്തെ നിലനിർത്തുകയാണ് ഒരു പറ്റം യുവാക്കൾ. ദേശമംഗലം സ്വദേശികളായ അദ്വൈത്, വിവേക്, സഞ്ജു, ആദർശ്, സായി എന്നിവരുടെ നേതൃത്വത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയുടെ തലേദിവസം രാത്രി വീടുകളിൽ ചോഴിയെത്താറുണ്ട്. ഈ സമ്പ്രദായം ഇപ്പോഴും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. വാഴച്ചപ്പുകൊണ്ട് പലതരം വേഷം കെട്ടി മുഖത്ത് മുഖംമൂടിയും വെച്ചുകൊണ്ടാണ് ഇവർ വീടുകളിൽ ചെണ്ടയും മറ്റും കൊട്ടി ആഘോഷിച്ചെത്തുന്നത്. പഴയ തലമുറക്കാർ ചോഴിയെത്തുമ്പോൾ നിലവിളക്ക് കൊളുത്തി ഭക്തിയോടുകൂടിയാണ് ഇവരെ സ്വീകരിക്കുന്നത്. തിരുവാതിര നാളിലെ തലേന്ന് രാത്രി വീടുകളിൽ ചോഴിയുമായി ഇപ്പോഴും പുതുതലമുറ തുടരുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ദേശമംഗലം സ്വദേശിയായ ശശി കാരയിൽ പറയുന്നു. ഈ ചോഴി എന്ന് പറയുന്ന ഈ കലാരൂപം പഴയ വയനാടിൻ്റെ നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ്. അത് വേറെ കേരളത്തിലെ ഭാഗത്തുള്ളതായിട്ട് അറിയില്ല. പണ്ട് ഈ തിരുവാതിരയുടെ തലേ ദിവസം വാഴയുടെ ചപ്പലുകൊണ്ടൊക്കെ ഓരോ വീടുകളിലും രാത്രി വീടുകൾ സന്ദർശിക്കും. ആ വീടുകളിൽ നല്ല ആചാരപൂർവ്വമാണ് അവർ സ്വീകരിച്ചത്. അതിനുശേഷം ഇടയ്ക്കുള്ള കുറച്ച് കാലങ്ങളിൽ ഇതൊക്കെ നിർത്തുപോയിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെറുപ്പക്കാർ വീണ്ടും ഇങ്ങനെയുള്ള കലാരൂപങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓരോരോ വീടുകളിൽ ചെല്ലുന്നു. അവർക്ക് പണ്ടൊക്കെ നെല്ല്, അരി, പഴം അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ പൈസയാണ് കൊടുക്കുന്നത്. എന്നാലും അതിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രദേശം മാത്രം നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ്. അത് അന്യം നിന്ന് പോകുന്നത് നമുക്ക് ദുഃഖമുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ആചാരങ്ങൾ പോലെ അതിൻ്റെ ഭക്തി കാര്യങ്ങളൊക്കെ കൊണ്ട് പക്ഷേ ഒരു കലാരൂപം എനിക്ക് അത് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ പുതിയ തലമുറ ഏറ്റെടുത്തുകൊണ്ട് ഓരോ പ്രദേശങ്ങളും മാത്രമല്ല പല പ്രദേശങ്ങളും അത് തിരിച്ചു വരുന്നുണ്ട്. നല്ല കാര്യമാണ്. ന്യൂസ് ഡെസ്ക് CCV.